friends, welcome back to Anna's Ruchikootu. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് കപ്പ് കേക്ക് ആണ്. നല്ല വാനില എസൻസിലെ കപ്പ് കേക്ക്. അപ്പോൾ നമ്മൾ സാധാരണ കപ്പ് കേക്ക് കഴിക്കുന്നത് കടകളിൽ നിന്ന് വാങ്ങിയാണ്. വീട്ടിൽ ഉണ്ടാക്കി എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പ് കേക്ക് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത്. അത് നമ്മൾ മിക്സിയിലാണ് ഉണ്ടാക്കുന്നത്, ഓവൻ ഒന്നുമില്ലാതെ. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പ് കേക്ക്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഫുൾ വീഡിയോ കണ്ടു നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. പോയി ഫ്രണ്ട്സ്, ഞാനിവിടെ മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യമേ തന്നെ അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കാവുന്നതാണ്. ഫുള്ളായിട്ട് നമുക്കതിലേക്ക് ഇടാം. മുട്ട സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര, ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഇതിൽ ഒഴിക്കേണ്ടത്. അതും ഒഴിച്ച ശേഷം നമുക്ക് അടച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പോൾ മിക്സിയിൽ നന്നായിട്ട് നമ്മൾ അടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ ഒരു ബൗളിലേക്ക് ഫുൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതും നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പതുക്കെ നമുക്ക് കേക്ക് മിക്സ് ചെയ്യില്ലേ, ഫോൾഡ് ചെയ്യണ പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. ലൈറ്റായിട്ടൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പാലാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കുറച്ച് ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫോൾഡ് ചെയ്തെന്ന് എടുത്താൽ മതി. പതുക്കെ കട്ടയൊന്നുമില്ലാതെ നമ്മൾ ഇതുപോലെ ഇളക്കി എടുക്കേണ്ടതാണ്. ഇനി നമുക്ക് കുറച്ചും കൂടെ പാൽ ഇതിലേക്ക് ഒഴിച്ചെടുത്ത് പിന്നെയും നമുക്ക് ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കണം. കാരണം ഇങ്ങനെ കുറച്ച് നമ്മൾ ഒഴിച്ച് ഫോൾഡ് ചെയ്യുമ്പോൾ ആ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് മാക്സിമം ഇത് നന്നായിട്ട് മിക്സായി കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മൾ കുറച്ച് ഒഴിക്കുന്നത്. ഇപ്പം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വാനില എസൻസും ഒഴിച്ച് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഫോൾഡ് ചെയ്ത് സെയിം രീതിയിൽ തന്നെ ഒട്ടും കട്ടിയില്ലാതെ തന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. പിന്നെ മുട്ട യൂസ് ചെയ്യാത്തവരാണെങ്കിൽ പകരം നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് ഒരു 1/2 കപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. മുട്ട യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലത്. അപ്പം ഒരു കട്ടിയില്ലാതെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലെല്ലാം ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടില്ലേ, ആ തട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് കപ്പ് കേക്ക് ഉണ്ടാക്കാൻ ഇതുപോലുള്ള നമുക്ക് വാങ്ങാൻ കിട്ടും. എല്ലാ കടകളിലും ഒരുവിധം ബേക്കറികളിലെല്ലാം നമുക്ക് ബേക്കറി ഐറ്റംസ് ഒക്കെ കിട്ടുന്നിടത്ത് കിട്ടും. പകരം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീൽ ഗ്ലാസ്സിൽ എണ്ണ തടകിയിട്ടാണെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇതുപോലത്തെ കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന കയ്യിലാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് എടുത്ത് ഇതിലേക്ക് മോളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഭാഗം വെച്ച് നമുക്കിതിലേക്ക് ഫില്ല് ചെയ്താൽ മതി. ഫുൾ നിറച്ചൊഴിക്കരുത്. ഒരു 1/2 ഭാഗം വെച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാത്തിലേക്കും നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന അതേ രീതിയിൽ തന്നെ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാൻ എല്ലാത്തിലും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ഭാഗം വെച്ചിട്ടാണ് ഞാൻ എല്ലാത്തിലേക്കും ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി കിട്ടും, നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 കളറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കുറച്ച് എല്ലാത്തിലും ഇട്ട് കൊടുക്കാം, 2 കളർ വെച്ച്. ഇപ്പോൾ ഒരു കളർ ഉള്ളെങ്കിൽ അങ്ങനെയല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാത്തിലേക്കും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴിക്കുമ്പോൾ ഈ ടൂട്ടി ഫ്രൂട്ടി ഒന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എല്ലാത്തിലും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേഗം തന്നെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്.
ഫ്രണ്ട്സ്, ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊരു പാത്രം ഇതേപോലെ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു 5 മിനിറ്റ്സ്. എന്നിട്ട് ഇതുപോലെ ഒരു തട്ട് വെച്ച് കൊടുക്കാം. അതിന് മേലെ നമ്മൾ ഈ ട്രേ, അതായത് നമ്മുടെ ഇഡ്ഡലി തട്ടിൻ്റെ ഇതൊന്ന് പതുക്കെ ഇറക്കി കൊടുക്കണം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് എയറൊന്നും പാസ് ചെയ്യാത്ത രീതിയിൽ വെച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഒരു 25 മിനിറ്റ്സ് നമ്മളിത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം മൂടി ഓപ്പൺ ചെയ്ത് നമുക്കിതൊന്ന് പുറത്തോട്ട് എടുക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ഒന്ന് ബേക്കായി നോക്കാം. ഇതുപോലെ ടൂത്ത് പിക്കിൽ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ അതിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ബേക്കായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തോട്ട് എടുക്കാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ? എനിക്കിഷ്ടമായി കേട്ടോ. നല്ല ടേസ്റ്റും ആയിരിക്കും. നമ്മുടെ കടകളിലൊക്കെ വാങ്ങുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ കണ്ടതല്ലേ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീടുകളിലെല്ലാം ഉണ്ടാവുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി വീട്ടിൽ കപ്പ് കേക്ക് ഉണ്ടാക്കാം. നമുക്ക് മിക്സി ഉപയോഗിച്ച്, എല്ലാവരുടെ വീട്ടിലും മിക്സി ഉണ്ടാവും. അപ്പോൾ എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻറ്റിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കേണ്ടതാണ്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ നല്ലൊരു രുചിക്കൂട്ടുമായി വരുന്നതാണ്. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.